ഹലോ ഫ്രണ്ട്സ്, ഈ രണ്ട് ചാർട്ടുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആദ്യത്തെ ചാർട്ട് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇൻഡിക്കേറ്ററുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഈ രണ്ടാമത്തെ ചാർട്ടിൽ മൂവിംഗ് ആവറേജിന് ഇൻഡിക്കേറ്ററുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് പലപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട്, ഈ മാസം തന്നെ ഇത് എത്രാമത്തെ തവണയാണ് എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസും കടന്നു അങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും എവറിത്തിങ് ഇസ് ടെക്സ്റ്റ് ബുക്ക് പെർഫെക്റ്റ്. നിങ്ങൾ ഒരു ലോങ് ട്രേഡ് എടുക്കാൻ തീരുമാനിക്കുന്നു, പക്ഷെ ഒന്നോ രണ്ടോ ക്യാൻഡിൽ കഴിയുമ്പോഴേക്കും മാർക്കറ്റ് യൂ ടേൺ എടുക്കും. നിങ്ങളുടെ എൻട്രി പ്രൈസിന് തൊട്ട് താഴെയായിട്ട് ഒരു വലിയ റെഡ് ബാർ പ്രത്യക്ഷപ്പെടുന്നു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ്. അപ്പോ ഇത് കേട്ടിട്ട് നല്ല പരിചയമുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് പറ്റാറുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ ആഴ്ചയിൽ തന്നെ പലതവണ നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. കഷ്ടപ്പെട്ട് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒരേ ഒരു ട്രേഡിൽ നഷ്ടപ്പെടുത്താൻ ഈ ഒരു അനുഭവം തന്നെ ധാരാളമായിട്ട് മതിയാവുകയും ചെയ്യും. അപ്പൊ ആ ഒരു ചുവന്ന ക്യാൻഡിൽ നിങ്ങളുടെ ചാർട്ട് ഫ്രീസ് ചെയ്ത് നിർത്തുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആ നിമിഷത്തെ ആ ഒരു നിരാശ നമുക്ക് മറ്റാരോടും പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതോ ആണ്. അപ്പൊ ഇനി ഇതേ ചാർട്ട്, ഇതേ സാഹചര്യം ഒരു എക്സ്ട്രാ ലൈൻ വെച്ച് നമുക്ക് നോക്കുന്നതാണ് ഞാൻ തൊട്ടു മുമ്പ് കാണിച്ചത്. ആ ഒരു എക്സ്ട്രാ ലൈൻ അഥവാ എക്സ്ട്രാ ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുകയാണ്. വെറും ഒരൊറ്റ ലൈൻ, ആ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് കെണി അപ്രത്യക്ഷമാകുന്നു. നോ ട്രേഡ്, നോ ലോസ്, നോ പേ. ഒരു വ്യാജ സിഗ്നലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു വന്നത്. ഇനി അടുത്ത യഥാർത്ഥ ബ്രേക്ക്ഔട്ട് വരുമ്പോഴോ ഇതേ ലൈൻ തന്നെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് എൻട്രി പോയിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും, ഒരു പച്ച കൊടി നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. അപ്പോ എൻട്രി സമയമായിരിക്കുന്നു, എൻട്രി ചെയ്തോളൂ. ഇത് കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ തരും. അപ്പോ അതാണ് നമ്മളുടെ ആ ഒരു ട്രിക്ക്. ഇത് സെറ്റപ്പ് ചെയ്യാൻ വെറും 1.5 മിനിറ്റ് മാത്രം മതി. നിഫ്റ്റിയുടെ 1 മിനിറ്റ് ചാർട്ട് മുതൽ റിലയൻസിന്റെ വീക്ക്ലി ചാർട്ട് വരെ ഏത് ടൈം സോണിലും ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് സെറ്റപ്പ് ആണ്. ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മുമ്പിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇത് ബേസിക്കലി വളരെ കോമൺ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്, അതേസമയം ഫ്രഷേഴ്സിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രിക്കുമാണ്. അപ്പോ ഈ ഒരു ട്രിക്കിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തുറക്കുക അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ തുറക്കുക. സാധാരണയായിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂയോ സ്ക്രീനറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോം ഏതായാലും മതി. അതിൽ നിന്ന് 3 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജുകൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നു. എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, സിമ്പിൾ മൂവിംഗ് ആവറേജ് അല്ല. ഒന്നാമത്തത് 8 പീരീഡ് EMA, ഇതിന് നമുക്കൊരു നീല നിറം കൊടുക്കാം. രണ്ടാമത്തേത് 21 പീരീഡ് EMA ആണ്, ഇതിന് നമുക്കൊരു ഓറഞ്ച് നിറം കൊടുക്കാം. മൂന്നാമത്തത് ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്, ഇതിന് ഒരു ബ്ലാക്ക് കളർ നമുക്ക് കൊടുക്കാം. ഇനി എന്തിനാണ് ഈ നമ്പറുകൾ 8, 21, 50? 50 EMA നമ്മുടെ ആ ഒരു ബ്ലാക്ക് ലൈൻ ആണ്. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ, അതായത് നമ്മുടെ ഫിൽറ്റർ. പ്രൈസ് 50 EMAക്ക് മുകളിലാണെങ്കിൽ നമ്മൾ ഒരു ബുള്ളിഷ് മാർക്കറ്റിലാണ് ഫസ്റ്റ് ലെവലിൽ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള അവസരങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നോക്കുക. പ്രൈസ് ഇതിനും താഴെയാണെങ്കിൽ മാർക്കറ്റ് ബിയറിഷ് ആണ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമുക്ക് ഷോർട്ട് ട്രേഡ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് മാർക്കറ്റിന്റെ ഒഴുക്കിന്റെ എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നതിൽ നിന്ന് അവോയ്ഡ് ചെയ്യിപ്പിക്കും. അടുത്തത് നമ്മുടെ 20 EMA ഓറഞ്ച് ലൈൻ ആണ്. ഇത് നമ്മുടെ ഡൈനാമിക് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഒരു അപ് ട്രെൻഡിൽ പ്രൈസിന് മുകളിലേക്ക് പോയ ശേഷം ഒന്ന് താഴേക്ക് വരുമ്പോൾ 21 EMAയിൽ തട്ടി തിരികെ കയറാൻ ശ്രമിക്കാറുണ്ട്. ഇതൊരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ പ്രവർത്തിക്കും, പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അടുത്തായിട്ട് തന്നെ 8 EMA ആണ് നമ്മുടെ നീല ലൈൻ. ഇതാണ് മൊമെന്റം ഇൻഡിക്കേറ്റർ. ഇത് ഏറ്റവും വേഗത്തിൽ പ്രൈസിനോട് പ്രതികരിക്കുന്നു. ഇത് 21 EMAക്ക് മുകളിലാണെങ്കിൽ ഷോർട്ട് ടൈം മൊമെന്റം വളരെ ശക്തമാണെന്ന് നമുക്ക് ഊഹിക്കാം. അതുപോലെ തന്നെ ഈ ലൈനുകൾ വലിയ തിക്നെസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇന്റൻസിറ്റി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കരുത്. ചാർട്ട് എപ്പോഴും വളരെ ക്ലീൻ ആയിരിക്കണം. ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ ചേർത്ത് ഇതിനെങ്ങനെ ഒരു കളർ പെയിന്റ് പോലെ ഒരു മോഡേൺ ആർട്ട് പോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വ്യക്തതയാണ് നമുക്ക് വേണ്ടത്, ആശയക്കുഴപ്പം ഒട്ടും പാടില്ല. വിൽ മൂവ് ഓൺ ടു ദ റൂൾസ്. നമുക്ക് സിസ്റ്റത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ റൂളുകൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ റൂളുകൾ? ഒരു ലോങ് ട്രേഡ് എടുക്കാനുള്ള ആ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഇത്. വേണമെങ്കിൽ ഇതൊന്ന് നമുക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യാം. ഈ റെഡിമെയ്ഡ് ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ജസ്റ്റ് PDF എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. പേഴ്സണൽ ആയിട്ട് ഞാൻ അത് അയച്ചു തരാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയാലും മതി. ഏതാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് അതുപോലെ ചെയ്യാം. അപ്പൊ ഇനി ഒരു ട്രെൻഡ് കൺഫർമേഷൻ നമുക്കിവിടെ നോക്കാം. പ്രൈസ് 50 EMAക്ക് മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു ക്യാൻഡിൽ പൂർണ്ണമായിട്ട് 50 EMAക്ക് മുകളിൽ ആയിരിക്കണം അവസാനിക്കുന്നത്. ഇതിനർത്ഥം നമ്മൾ ശക്തമായിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണ് എന്നുള്ളതാണ്. അടുത്തായിട്ട് മൊമെന്റം കൺഫർമേഷൻ ആണ്. TMA 21 EMA ക്രോസ് ചെയ്ത് മുകളിൽ വരണം. ഈ രണ്ട് ലൈനുകളും 8 and 21 50 EMAക്ക് മുകളിലായിരിക്കണം. സ്റ്റാക്ഡ് EMA എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അതായത് മുകളിൽ 8 and അതിന് താഴെ 21, അതിന്റെ ഏറ്റവും താഴെയായിട്ട് 50. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു 3 EMAകളും 1 over the another അങ്ങനെ ഉണ്ടാവണം, സ്റ്റാക്ക് ചെയ്ത പോലെ ഉണ്ടാവണം. ഈ ഒരു പർട്ടിക്കുലർ ഷെയർ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുൾസിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു ഗോൾഡൻ എൻട്രിയിലേക്ക് കിടക്കാം. മുകളിലേക്ക് ആ ഒരു കുതിച്ച പ്രൈസിൽ നമ്മൾ അങ്ങനെ ചാടി കയറുന്നൊന്നുമില്ല. നമ്മളൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതായത് വിലയിൽ ഒരു ചെറിയ തിരുത്തലിനായിട്ട്
നമ്മൾ കാത്തിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ നമ്മൾ പെടാതിരിക്കാനാണ്, നമ്മളെ എൻട്രി ആവാതിരിക്കാനുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫാൾസ് എൻട്രികളിൽ പെടാതിരിക്കാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മൾ ആ ഒരു ചെറിയ തിരുത്തലിനായിട്ട് കാത്തിരിക്കുന്നു. പ്രൈസ് തിരികെ വന്ന് നമ്മളുടെ 21 EMA ഓറഞ്ച് ലൈനെ തട്ടി അവിടെ ഒരു ശക്തമായ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കും. ഒരു ബുള്ളിഷ് എൻഗോൾഫിംഗ് അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിലാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇതിനർത്ഥം വില കുറഞ്ഞപ്പോൾ ഒരു പുതിയ ബയേഴ്സ് വന്ന് മാർക്കറ്റിന്റെ മുകളിലേക്ക് വീണ്ടും തള്ളിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ എൻട്രി ട്രിഗർ എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ശേഷം വരുന്ന അടുത്ത ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് നമ്മൾ എൻട്രി ചെയ്യുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആ ഒരു സംരക്ഷണ കവചം എപ്പോഴും സ്റ്റോപ്പ് ലോസ് ആണ്. 21 EMAക്ക് തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു പുൾ ബാക്കിന് തൊട്ട് മുമ്പുള്ള സ്വിംഗ് ലോ ഏതാണ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ ലെവൽ അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫാൾസ് ബ്രേക്ക്ഔട്ടിൽ പെടാൻ സാധ്യതയുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ലാഭം എവിടെ എടുക്കണം? നമ്മുടെ റിസ്കിന്റെ 1.5 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടി പ്രോഫിറ്റ് ലഭിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ട്രേഡ് ആയിട്ട് ഇതിനെ കണക്കാക്കുക. നമ്മുടെ മിനിമം ടാർഗറ്റ് അവിടെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഉദാഹരണത്തിന് 100 പോയിന്റ് ആണ് നമ്മുടെ റിസ്ക് എങ്കിൽ 150 പോയിന്റ് അല്ലെങ്കിൽ 200 പോയിന്റ് നമുക്ക് ഉറപ്പായിട്ട് പ്രോഫിറ്റ് ലഭിച്ചിരിക്കണം. 200 പോയിന്റ് പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ട്രേഡ് വളരെ നല്ല ട്രേഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് നമ്മൾ ട്രേഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. അതായത് 100 പോയിന്റ് ലാഭം കിട്ടുമ്പോൾ പകുതി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കി പകുതി 1.5 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് വരെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തുകൊണ്ട് പോവുക. ഇത് നമ്മുടെ അക്കൗണ്ട് സ്ഥിരമായിട്ട് വളർത്താൻ സഹായിക്കുന്ന ഒരു വളരെ നല്ല ഒരു മെത്തേഡാണ്. അതേസമയം ഇനി ഒരു ഷോർട്ട് ട്രേഡ് എടുക്കാൻ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിയമങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ജസ്റ്റ് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടാൽ മതിയാവും. പ്രൈസ് 50 EMAക്ക് താഴെ ആയിരിക്കണം, 8 EMA 21 താഴെ ആയിരിക്കണം. 21 EMAയിലേക്ക് ഒരു പുൾ ബാക്ക് വന്ന് അവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെ ബിയറിഷ് എൻഗോൾഫിംഗ്, അങ്ങനെയുള്ള ക്യാൻഡിൽസ് ഒക്കെ രൂപപ്പെട്ട ശേഷം അടുത്ത ക്യാൻഡിലിൽ എൻട്രി ചെയ്യുന്നതിനെ പറ്റി നമുക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. 1-2 എക്സാമ്പിൾസ് വേണമെങ്കിൽ നോക്കി പോവാം. കുറച്ച് പഴയ എക്സാമ്പിൾസ് മാത്രമാണ്. ആസ് പെർ സെബി റൂൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വീഡിയോ ആയതുകൊണ്ട് പഴയ ചാർട്ടുകളാണ്, 3 മാസം പഴയ ചാർട്ടുകളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 50 മിനിറ്റ്സ് ലോങ് ട്രേഡ് എടുക്കുന്ന ഒരു എൻട്രി പോയിന്റ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മളുടെ ഫസ്റ്റ് നിയമം പാലിക്കുന്നുണ്ടോ നോക്കാം. പ്രൈസ് 50 EMAക്ക് മുകളിലാണ്. അപ്പോ രണ്ടാമത്തെ നിയമം പാലിക്കുന്നുണ്ടോ നോക്കാം. നീല 8 EMA 21 EMA ക്രോസ് ചെയ്ത് മുകളിൽ വന്നിട്ടുണ്ട്. 250ക്ക് മുകളിലാണ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പ് റെഡിയാണ്. ഇനി നമ്മളൊരു പുൾ ബാക്കിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വില താഴേക്ക് വന്ന് ആ ഓറഞ്ച് ലൈനിൽ കൃത്യമായി ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഹാമർ ക്യാൻഡിൽ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഒരു സിഗ്നൽ. അടുത്ത ക്യാൻഡിലിന്റെ ഓപ്പണിൽ നമുക്കിവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഇനി സ്റ്റോപ്പ് ലോസ് ഹാമറിന്റെ ലോക്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. ഏകദേശം ഒരു 120 പോയിന്റ് നമുക്കിവിടെ മിനിമം ടാർഗറ്റ് 1.5 ആണ്. അതായത് 1.5 ടൈംസ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഏതാണ്ട് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂറിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി റിലയൻസിന്റെ ഒരു ചാർട്ട് കൂടെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെയിം മെത്തേഡിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ മാർക്ക് ചെയ്താം. അപ്പൊ ഇവിടെ ഒരു എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പ്രോഫിറ്റ് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങൾ മാത്രം അപ്പാടെ വിശ്വസിച്ച് നിങ്ങൾ അങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിത് സ്വയമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോ അല്ലെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ ട്രേഡിംഗ് വ്യൂവിലോ ഒക്കെ പോയിട്ട് പഴയ ചാർട്ടുകൾ എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്യണം. ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ലാഭം വിൻ റേറ്റ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രി എടുത്ത് തുടങ്ങാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് തലേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച സാധനം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഒരു വട്ടം കൂടെ നമ്മളൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം വേണം ആ ഒരു എൻട്രിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. കാരണം ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ എങ്ങനെയായിരിക്കും ആ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന മോർണിംഗിലെ അവരുടെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും, മറ്റെന്തെങ്കിലും ന്യൂസുകൾ വന്നിട്ടുണ്ടോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ആ സ്റ്റോക്കിന് എന്തെങ്കിലുമൊക്കെ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വട്ടം കൂടെ ഒന്ന് റീലുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കടക്കാം, മിസ്റ്റേക്സ് ടു അവോയ്ഡ്. ഒരുപക്ഷെ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ്.
ഒരു ട്രേഡ് എടുത്ത് ഒരു ചെറിയ ലാഭത്തിൽ കണ്ട ഇവിടെ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് എൻട്രി പ്രൈസിലേക്ക് ഇങ്ങനെ മാറ്റരുത്. അപ്പൊ അതൊരു വലിയ മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാർക്കറ്റിലെ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ ട്രേഡ് ക്ലോസ് ആവുകയും പിന്നീട് അതൊരു വലിയ ലാഭത്തിലേക്ക് പോകുന്നത് നിങ്ങൾ നോക്കി നിൽക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള നല്ല ട്രേഡുകളിൽ എൻട്രി ചെയ്തിട്ട് നേരത്തെ കിട്ടുന്ന ചെറിയൊരു പ്രോഫിറ്റിന്റെ പുറകെ നമ്മൾ സ്റ്റോപ്പ് ലോസിന് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ലാഭം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സെറ്റപ്പിന് എഗനിസ്റ്റ് ആണ്. ഒരു നല്ല ട്രേഡിന്റെ ശ്വാസം എടുക്കാൻ കുറച്ച് സമയം കൊടുക്കണം. സ്റ്റോപ്പ് ലോസിനെ ഒരു 21 EMA പിന്നാലെ പതുക്കെ ട്രെയിൽ ചെയ്യാനും നമുക്ക് അങ്ങനെ ഒരു അവസരം പിന്നീട് ലഭിക്കുന്നതാണ്. തുടക്കത്തിൽ ബ്രേക്ക് ഈവനുകൾ പലപ്പോഴും വലിയ ലാഭം തരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ബ്രേക്ക് ഈവനിലേക്ക് നമ്മളിങ്ങനെ പുള്ള് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് ലോസ് ഇല്ലാതാക്കാൻ സഹായിച്ചേക്കും. പക്ഷെ എപ്പോഴും നോ പ്രോഫിറ്റ് നോ ലോസ് ഒരുപാട് നമുക്ക് വന്ന് വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന ലോസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ വരുന്ന ലോസുകൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലോസ് ആണ്. നമ്മുടെ എഫേർട്ട്, ടൈം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ മുഴുവൻ നമ്മുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആയി മാറും. ഇത്തരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ ഇൻബിറ്റ്വീൻ എടുക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ഡിസിഷൻ ചേഞ്ചസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റം. 3 ലൈനുകൾ മാത്രമാണ് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. വെറും 2 നിയമങ്ങൾ മാത്രം, ഒറ്റ പുൾ ബാക്ക്. ഇവിടെ വളരെ സങ്കീർണമായുള്ള സ്റ്റോക്കാസ്റ്റിക് ഇല്ല, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വോളിയം അനാലിസിസ് ഇല്ല, ഫിബിനോസ്കിയുടെ കൺഫ്യൂഷൻസ് ഇല്ല. ഇപ്പൊ പ്രൈസ് 8, 21.50 EMA എന്നിവ ഒരു കൃത്യമായ ക്രമത്തിൽ വരുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പൊ മാർക്കറ്റിലെ സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമാകും. നമ്മൾ ശരിക്കും ഒരു ഭാഗ്യപരീക്ഷണം ഒന്നുമല്ല ചെയ്യുന്നത്, മറിച്ച് മാർക്കറ്റ് തരുന്ന വ്യക്തമായ സിഗ്നലുകൾക്ക് വേണ്ടി കാത്തിരുന്ന് വളരെ വിജയസാധ്യതയുള്ള ട്രേഡുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ പരീക്ഷിക്കുന്നത്. വേണമെങ്കിൽ യഥാർത്ഥ പണം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരുപാട് വെബ്സൈറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പുകളോ ഒക്കെ ഇപ്പൊ അവൈലബിൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ മാനുവലായിട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു സെറ്റപ്പ് വർക്ക് ആവുന്നുണ്ട് എന്ന് നിങ്ങൾ കൺഫേം ചെയ്തതിനു ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരൊറ്റ സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ സ്ഥിരമായ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും അതുപോലെ തന്നെ നല്ല ഒരു പോസിറ്റീവ് കമന്റും നമുക്ക് തരിക. അത് മാത്രമാണ് നമ്മുടെ ഊർജ്ജം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.